നമസ്കാരം. പേഴ്സണാലിറ്റി ഡിസോർഡറുകളിൽ ക്ലസ്റ്റർ ബിയിൽ ഉൾപ്പെടുന്ന നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡറിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. നാർസിസ്റ്റിക് പേഴ്സണാലിറ്റിയെ കുറിച്ച് പറയുമ്പോൾ ആദ്യമായിട്ട് ഈ പേരെങ്ങനെയാണ് ഉത്ഭവിച്ചതെന്ന് ഞാൻ ആദ്യം പറഞ്ഞുതരാം. ഗ്രീക്ക് മിത്തോളജിയിലെ ഒരു കഥാപാത്രമായിരുന്നു നാർസിയൂസ്. ഈ നാർസിയൂസിൻ്റെ പേരിൽ നിന്നാണ് നാർസിസ്റ്റിക് എന്ന പേരിൻ്റെ ഉത്ഭവം വരുന്നത്. ഈ നാർസിയൂസും എക്കോയും ഗ്രീക്ക് മിത്തോളജിയിലെ രണ്ട് കഥാപാത്രങ്ങളാണ്. ഇതിൽ എക്കോ എന്ന പെൺകുട്ടിക്ക് നാർസിയൂസിനോട് കടുത്ത പ്രണയം ഉണ്ടാവുകയാണ്. എന്നാൽ നാർസിയൂസിന് എക്കോയോട് ഒരു പ്രണയവും തോന്നുന്നുമില്ല. ഇതിൽ വളരെ വിഷമം തോന്നി അപമാനിക്കപ്പെട്ട് എക്കോ അവിടുത്തെ ഒരു സൗന്ദര്യ ദേവതയെ പ്രാർത്ഥിക്കുന്നു. സൗന്ദര്യ ദേവത വന്നിട്ട് നമ്മുടെ നാർസിയൂസിനെ ശപിക്കുകയാണ്. എന്താണ് ശാപം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിനക്ക് നിന്നോട് തന്നെ സ്നേഹം തോന്നട്ടെ എന്നതായിരുന്നു ആ ശാപം. ശാപം കിട്ടിയ നാർസിയൂസ് ഗ്രാമത്തിലൂടെ നടന്ന് ഒരു ജലാശയത്തിനടുത്തെത്തുകയും ജലാശയത്തിൽ തൻ്റെ പ്രതിബിംബം കാണാനിടവരികയും ചെയ്യുന്നു. തൻ്റെ പ്രതിബിംബം കണ്ട നാർസിയൂസിന് തന്നോട് തന്നെ സ്നേഹം തോന്നിത്തുടങ്ങുകയാണ്. അതായത് ശാപം ഫലിക്കുകയാണ്. അപ്പോൾ തന്നോട് തന്നെ സ്നേഹം തോന്നിത്തുടങ്ങിയ നാർസിയൂസ് ആ ജലാശയത്തിന് അരികിൽ തന്നെ പിന്നീടുള്ള കാലം കഴിയുകയും അവിടെ നിന്ന് മരണപ്പെടുകയും ചെയ്യുന്നു. അപ്പോൾ തന്നോട് ഉള്ള അഗാധമായ സ്നേഹം മനസ്സിൽ വെച്ചിട്ട് മരണപ്പെട്ടു പോയ നാർസിയൂസ് എന്ന വ്യക്തിയിൽ നിന്നാണ് നാർസിസ്റ്റിക് എന്ന പേരിൻ്റെ ഉത്ഭവം വരുന്നത്. ആത്മരതി എന്നാണ് ഇതിൻ്റെ നാർസിസ്റ്റിക് എന്ന പേരിൻ്റെ അർത്ഥം തന്നെ ആത്മരതി എന്നാണ്. അപ്പോൾ ഈ ഒരു രണ്ട് കാര്യങ്ങളും വെച്ചിട്ട് ഈ ഒരു കഥയിൽ നിന്നും ഈ പേരിൻ്റെ അർത്ഥത്തിൽ നിന്നും നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ ആൾക്കാരുടെ ഏകദേശം ഒരു സ്വഭാവം നമുക്ക് മനസ്സിലാക്കാൻ ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ടാകും. നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡറിനെ രണ്ട് വിഭാഗമായിട്ടാണ് തരംതിരിച്ചിട്ടുള്ളത്. അതിൽ ആദ്യത്തെ വിഭാഗം എക്സ്ട്രോവേർട്ട് അഥവാ ഓവേർട്ട് ടൈപ്പ് നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡറാണ്. ഇവരുടെ പ്രത്യേകതകൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഊതിപ്പെരിപ്പിച്ച തരത്തിലുള്ള ഒരു ജീവിതമായിരിക്കും ഇവരുടെ. അതായത് താനാണ് ഏറ്റവും വലിയവൻ, തന്നെക്കാൾ വലിയ ഒരാളുമില്ല, എന്നെക്കാൾ ബുദ്ധിയുള്ള ഒരാളും അല്ലെങ്കിൽ എന്നെക്കാൾ വിവരവും എനിക്ക് കിട്ടുന്ന തരത്തിലുള്ള സ്ഥാനം ഒന്നും വേറൊരാൾക്കും ഇല്ല എന്ന് സ്വയം ഭാവിച്ച് നടക്കുന്ന ഒരു കൂട്ടരാണ് ഈ എക്സ്ട്രോവേർട്ട് നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡറിലുള്ളവർ. അതുകൊണ്ട് തന്നെ ഇവർക്ക് മറ്റുള്ളവർ തന്നെ ബഹുമാനിക്കണം, തനിക്ക് സ്ഥാനം നൽകണം, തന്നെ ഒരു സെൻറ്റർ പോയിൻ്റ് ആയിട്ട് അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഒരു ശ്രദ്ധാകേന്ദ്രമായിട്ടുള്ള രീതിയിൽ തന്നോട് പെരുമാറണം എന്ന് ആഗ്രഹിക്കുന്നവർ കൂടിയാണ് ഇക്കൂട്ടർ. ഇവരുടെ ലൈഫ് സ്റ്റൈൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ലക്ഷറിയസ് ആയിട്ടുള്ള ലൈഫ് സ്റ്റൈൽ ആഗ്രഹിക്കുന്നവരാണ് ഇവർ. ആർഭാട ജീവിതം കാണിച്ചാലേ താൻ മറ്റുള്ളവരുടെ ഇടയിൽ തനിക്കൊരു സ്ഥാനം കിട്ടൂ അല്ലെങ്കിൽ ഒരു ശ്രദ്ധാകേന്ദ്രമാകൂ എന്നുള്ള ഒരു ധാരണയാണ് ഇവർക്കുള്ളത്. അതുകൊണ്ട് തന്നെ ഇവർ ഉപയോഗിക്കുന്ന ഒരുവിധം എല്ലാ വസ്തുക്കളും ബ്രാൻഡഡ് ആയിരിക്കും. തന്നെ മറ്റുള്ളവർ ബഹുമാനിക്കണം, തനിക്കൊരു സ്ഥാനം നൽകണം, അല്ലെങ്കിൽ സമൂഹത്തിൽ വളരെ വിജയം കൈവരിച്ചിട്ടുള്ള കുറച്ച് പ്രശസ്തരായിട്ടുള്ള പ്രമുഖരായിട്ടുള്ള ആൾക്കാരുടെ ഒപ്പമാണ് താൻ എന്ന് വിശ്വസിക്കുന്നത് കൊണ്ട് തന്നെ തനിക്കും ആ സമൂഹത്തിൽ ആ ഒരു സ്ഥാനം കിട്ടണം എന്ന രീതിയിൽ ജീവിക്കുന്നവരും, താൻ വലിയ ഒരാളാണ്, തന്നെക്കാൾ ബുദ്ധിയും വിവരവും മറ്റുള്ളവർക്ക് ഒന്നുമില്ല എന്ന രീതിയിൽ മറ്റുള്ളവരെ ബോധിപ്പിക്കുകയും ചെയ്യുന്ന തരത്തിലുള്ള ഒരു ജീവിതവും ഒരു സ്വഭാവമായിരിക്കും ഇവരുടേത്. അതുകൊണ്ട് തന്നെ മറ്റുള്ളവർ ഇവരെ പുകഴ്ത്തുന്നതും ഒരു പൊങ്ങച്ചം കാണിക്കുന്നതും ആ ഒരു ബഹുമാനം കാണിക്കുന്നതും മറ്റുള്ളവർ ഇവരെക്കുറിച്ച് നന്മകളും നല്ല കാര്യങ്ങളും പറയുന്നതും ഒക്കെ ഇവർക്ക് വളരെ ഒരു സന്തോഷം നൽകുന്ന ഒരു കാര്യങ്ങളാണ്. അങ്ങനെ ചെയ്യുന്ന ആൾക്കാരോട് ഇവർക്കൊരു പ്രത്യേക ഇഷ്ടമുണ്ടായിരിക്കും. ഇവരാണ് നമ്മളെ എക്സ്ട്രോവേർട്ടായിട്ടുള്ള, അതായത് ഓവർ ടൈപ്പ് നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡറിൽ പെടുന്ന ആൾക്കാർ. ഇനി രണ്ടാമത്തെ വിഭാഗക്കാരായ ഇൻട്രോവേർട്ട് അഥവാ കോവേർട്ട് ടൈപ്പ് നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡറിൽ ഉള്ളവരെ കുറിച്ച് പറയുകയാണെങ്കിൽ, എക്സ്ട്രോവേർട്ട് ആയിട്ടുള്ള ആൾക്കാരെക്കാൾ അവരെ അപേക്ഷിച്ച് കഠിനമായ സ്വഭാവ സവിശേഷതകൾ എന്ന് പറയാൻ പറ്റില്ല, കുറച്ച് കൂടിയ കഠിനമായ സ്വഭാവമാണ് ഇവർക്കുണ്ടായിരിക്കുക. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരുടേത് ഒരു ഇൻട്രോവേർട്ട് ആയിട്ടുള്ള അന്തർമുഖമായിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി ആണല്ലോ. അതുകൊണ്ട് തന്നെ വളരെ അടക്കി പിടിച്ച് മറച്ചു വെച്ചിട്ടുള്ള ഒരു തരം പേഴ്സണാലിറ്റിയും ഒരു സ്വഭാവമായിരിക്കും ഇവർ മറ്റുള്ളവരോട് കാണിക്കുക. അതുപോലെ മറ്റുള്ളവർ ഇവരെ കുറിച്ചിട്ട് ക്രിട്ടിസൈസ് ചെയ്യുന്നത് ഇവർക്ക് സഹിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. തന്നെ കുറിച്ചിട്ടുള്ള മോശമായിട്ടുള്ളതെന്നല്ല, നമ്മളെ ഒന്ന് കളിയാക്കുകയോ അല്ലെങ്കിൽ ഒരു തമാശ പറയുകയോ ചെയ്യുന്നത് പോലും ഇവർക്ക് സഹിക്കാൻ കഴിയില്ല.
അത് പറയുന്നതോ അവർ പറയുന്നത് എന്ത് തരത്തിലാണെങ്കിൽ പോലും അത് അംഗീകരിക്കാനോ ഇവർക്ക് ഒരിക്കലും സാധിക്കില്ല. ഏറ്റവും ഉദാഹരണം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു ഏതെങ്കിലും ഒരു സഭയിലോ അല്ലെങ്കിൽ എല്ലാവരും കൂടുന്ന ഒരു സ്ഥലത്ത് വെച്ചിട്ട് നമ്മൾ സ്വാഭാവികമായിട്ടും നമ്മളെ ഫ്രണ്ട്സുകളോ റിലേറ്റീവ്സോ അല്ലെങ്കിൽ ഏറ്റവും എത്ര അടുപ്പമുള്ള ആളുകളാണെങ്കിലും ഒരു തമാശ രീതിയിലോ ഒരു കളിയാക്കുന്ന രീതിയിലോ ചിരിക്കുന്ന രീതിയിലോ ഇവരെ കുറിച്ചിട്ട് എന്തെങ്കിലും ആ സഭയിൽ വെച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പറഞ്ഞ ആൾക്കാരെ ഇവർ ടാർഗറ്റ് ചെയ്തിട്ട് അതിന് തക്കതായിട്ടുള്ളൊരു സമയം കിട്ടിയാൽ അവരെ അവഹേളിക്കുന്ന രീതിയിൽ അത് എത്ര അടുത്ത ബന്ധുവാണെങ്കിലും എത്ര അടുപ്പമുള്ള റിലേഷനിലുള്ളവരാണെങ്കിലും തന്നെ ക്രിട്ടിസൈസ് ചെയ്ത ഒരാളെ അടുത്ത ഒരു സമയം വരെ കിട്ടുന്ന തരത്തിൽ അവരെ അവഹേളിക്കാനും അവരെക്കുറിച്ചിട്ട് അപവാദങ്ങൾ പറഞ്ഞ് നടക്കാനും ഇൻട്രോവേർട്ടായിട്ടുള്ള ഈ നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡറിലുള്ളവർക്ക് കഴിയുന്നതാണ്. പിന്നെ ഇൻട്രോവേർട്ട് ആയതുകൊണ്ട് തന്നെ അന്തർമുഖരായതുകൊണ്ട് തന്നെ ഇവർക്ക് വലിയ അച്ചീവ്മെൻറ്റ്സ് ഒന്നും നേടാനൊന്നും സാധിക്കില്ല. എന്നാലും മറ്റുള്ളവർ അച്ചീവ്മെൻറ്റ് നേടുന്നതും സക്സസ് ആവുന്നതും ഇവർക്ക് ഒരിക്കലും സഹിക്കാനും കഴിയില്ല. അവരോട് ഇവർക്ക് ഭയങ്കര അസൂയായിരിക്കും. മാത്രമല്ല ഇനി ആരെങ്കിലും ഒരാളുടെ സക്സസ് ആയിട്ടുള്ള സ്റ്റോറികളോ അവരുടെ നന്മയോ നമ്മൾ പരസ്പരം ചർച്ച ചെയ്യുകയാണെങ്കിൽ ഇവർ എന്താ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ പറയും ആ സക്സസ് ആയിട്ടുള്ള വ്യക്തി അങ്ങനെ ആ ഒരു വിജയം നേടാനുണ്ടായ അതിൻ്റെ പിന്നിലുള്ള കഥ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും അത് അയാളുടെ കഴിവ് കൊണ്ടൊന്നല്ല, അതിൻ്റെ മുന്നിൽ പ്രവർത്തിച്ചത് അല്ലെങ്കിൽ അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് ഞാനാണ്, എൻ്റെ ബുദ്ധിയാണ്, അല്ലെങ്കിൽ ഞാൻ അവനെ പറഞ്ഞു കൊടുത്തത് കൊണ്ടും എൻ്റെ ഒരു മാർഗദർശനം കൊണ്ടും മാത്രം ആണ് അയാൾ ഈ ഒരു നിലയിലെത്തിയതും ഈ സക്സസ് ആയതും എന്നുള്ള ഒരു കഥ ഇയാൾ പറഞ്ഞു പരത്തുകയും ചെയ്യുന്നു. അതായത് ആ സക്സസ് ആയിട്ടുള്ള ആൾക്ക് അതിൽ ഒരു ഇൻവോൾവ്മെൻറ്റും ഇല്ല, എല്ലാം എൻ്റെ ഒരു കൈകാര്യത്തിലൂടെ നടന്നു പോയത് കൊണ്ട് അയാൾ സക്സസ് ആയി എന്ന് ഇയാൾ പറഞ്ഞു പരത്തുകയും ചെയ്യും. അതായത് മറ്റുള്ളവരുടെ നന്മയും വിജയവും ഒന്നും അംഗീകരിക്കാൻ ഈ കൂട്ടർക്ക് കഴിയില്ല. അതിലൊന്നും അവർക്ക് ആ ഒരു നല്ലൊരു മനസ്സോടു കൂടെ അത് അംഗീകരിക്കാനോ അതിൽ സന്തോഷം പ്രകടിപ്പിക്കാനോ ഇവർക്ക് കഴിയില്ല എന്ന് മാത്രമല്ല അതിൻ്റെ ബാക്കിൽ ഇവരാണ് എന്നവർ കഥകൾ പറഞ്ഞുണ്ടാക്കുകയും ചെയ്യും. അതുപോലെ തന്നെ ക്രിട്ടിസൈസ് ചെയ്യുന്ന അല്ലെങ്കിൽ തനിക്ക് നന്നാവാൻ വേണ്ടിയിട്ടാണെങ്കിൽ പോലും ഒരാൾ പറഞ്ഞു തരുന്ന ഉപദേശങ്ങളോ നന്മയുള്ള കാര്യങ്ങളോ അംഗീകരിക്കുവാനോ അത് സഹിക്കുവാനോ ഇവർക്ക് ഒരിക്കലും കഴിയില്ല. ഇതാണ് ഇൻട്രോവേർട്ട് ആയിട്ടുള്ള കോവേർട്ട് നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡറിലുള്ള ആൾക്കാരുടെ സ്വഭാവങ്ങൾ. ഇനി ഈ നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡറുള്ള ആൾക്കാർക്ക് ചികിത്സ ഉണ്ടോ അല്ലെങ്കിൽ ചികിത്സിച്ചാൽ ഭേദമാകുമോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇവർക്ക് പറ്റിയ ചികിത്സ എന്ന് പറയുന്നത് സൈക്കോതെറാപ്പിയും പിന്നെ മെഡിസിൻസ് എടുക്കലും തന്നെയാണ്. ഇതിൻ്റെ വളരെ കുറച്ചധികം കാലം നീണ്ടു നിൽക്കുന്ന ഈ സൈക്കോതെറാപ്പിയും മെഡിസിനും യൂസ് ചെയ്താൽ മാത്രമേ ഇവർക്ക് ഈ പ്രശ്നങ്ങളിൽ നിന്നും റിക്കവർ ചെയ്ത് പുറത്തു വരാൻ പറ്റുകയുള്ളൂ. എന്നാൽ നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡറിലുള്ള ഒരാൾ അവർക്ക് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടെന്ന് അവർ സ്വയം വിശ്വസിക്കുകയോ അത് അംഗീകരിക്കാൻ തയ്യാറാവുകയോ ചെയ്യുകയില്ല എന്ന് മാത്രമല്ല താൻ സ്വയം പെർഫെക്റ്റ് ആണ് എന്ന് മനസ്സിലാക്കിയിട്ട് സ്വന്തമായിട്ട് നടക്കുന്ന ഒരാൾക്കാരെ കൗൺസിലിങ്ങിനോ സൈക്കോതെറാപ്പിക്കോ കൊണ്ടുപോകുക അവരുടെ സമ്മതത്തോടു കൂടെ കൊണ്ടുപോകൽ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. ഇത് കുറച്ചധികം സമയം തന്നെ എടുത്ത് ചെയ്യേണ്ട സൈക്കോതെറാപ്പിയും മെഡിസിൻസും ആയതുകൊണ്ട് ഇവരുടെ പൂർണ്ണമായിട്ടുള്ള ഒരു പിന്നെ സപ്പോർട്ടും അവർക്കും കൂടെ തോന്നിയാൽ മാത്രമേ ഇത് ഒരു റിക്കവർ ചെയ്ത് പുറത്തു വരാനും സാധിക്കുകയുള്ളൂ. ഈ പേഴ്സണാലിറ്റി ഫോം ചെയ്ത് വരുന്നത് എപ്പോഴാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമ്മുടെ ഒരു ചൈൽഡ്ഹുഡ് ടൈമിൽ തന്നെ, അതായത് ചെറുപ്പകാലം തൊട്ട് തന്നെ ഇത് ഫോം ചെയ്ത് വരുന്നുണ്ട്. അതുപോലെ നമ്മുടെ ഒരു കൗമാര യൗവന കാലത്തിൻ്റെ ഒപ്പം തന്നെ, അതായത് നമ്മുടെ വളർച്ചയോടൊപ്പം തന്നെ ഈ പേഴ്സണാലിറ്റിയും ഡെവലപ്പ് ചെയ്ത് വരുന്നുണ്ട്. മാത്രമല്ല ഇത് പിന്നീട് നമ്മുടെ സാമൂഹിക ജീവിതത്തിന് ദൈനംദിന ജീവിതത്തെ എഫക്റ്റ് ചെയ്യുന്ന രീതിയിൽ ഇത് വളരെ ബുദ്ധിമുട്ടായി തീരുന്ന ഒരു പേഴ്സണാലിറ്റി ആയി പരിണമിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ സ്വയം ഇത് ഇവർക്ക് തോന്നുന്നില്ലെങ്കിലും, അതായത് നമുക്ക് ഇങ്ങനെ ഒരു പേഴ്സണാലിറ്റി ഡിസോർഡർ ഉണ്ട് എന്ന് ഈ പേഴ്സണാലിറ്റിക്കാർക്ക് ഒരിക്കലും തോന്നില്ല. അപ്പോൾ ഇതിൻ്റെ ബുദ്ധിമുട്ടുകളും ഇതിൻ്റെ പരിണത ഫലങ്ങളും അനുഭവിക്കുന്നത് ചുറ്റുമുള്ള ആൾക്കാരായിരിക്കും, കുടുംബാംഗങ്ങളോ അല്ലെങ്കിൽ കൊളീഗ്സോ അല്ലെങ്കിൽ ഫ്രണ്ട്സോ ഒരേ സ്ഥലത്ത് താമസിക്കുന്നവർക്കോ ഒക്കെ ആയിരിക്കും ഇവരുടെ ഈ ഒരു പേഴ്സണാലിറ്റി കൊണ്ടുള്ള ഒരു ദൂഷ്യഫലങ്ങൾ അനുഭവിക്കേണ്ടി വരിക. ഇത് വളരെ ബുദ്ധിമുട്ടാകുന്ന രീതിയിൽ പിന്നെ ഈ പേഴ്സണാലിറ്റി തുടർന്നു വരികയാണെങ്കിൽ
കുടുംബാംഗങ്ങളോ അല്ലെങ്കിൽ കൂടെ ഉള്ളവരോ മുൻകൈ എടുത്ത് ഇവരെ ഈ സൈക്കോതെറാപ്പി അല്ലെങ്കിൽ മെഡിസിൻസ് പോലെയുള്ള കാര്യങ്ങൾക്ക് മുൻഗണന എടുത്ത് അവർ തന്നെ അത് മുന്നോട്ട് വന്ന് ഇവരെ അതിനുള്ള ഒരു കാര്യങ്ങൾക്ക് വേണ്ടി പ്രാപ്തരാക്കണം. ഇവരതിൽ നിന്നും റിക്കവർ ചെയ്ത് പുറത്തു കൊണ്ടുവരികയും വേണം. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ ക്ലസ്റ്റർ ബിയിൽ ഉൾപ്പെടുന്ന പേഴ്സണാലിറ്റി ഡിസോർഡറായ നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡറിനെ കുറിച്ചാണ്, അതിൻ്റെ പേരിൻ്റെ ഉത്ഭവം, 2 തരം വിഭാഗക്കാരെ കുറിച്ചൊക്കെയാണ് നമ്മളിന്ന് സംസാരിച്ചത്. തുടർന്നും ഈ പേഴ്സണാലിറ്റി ഡിസോർഡറിനെ കുറിച്ചിട്ടുള്ള വീഡിയോകളുമായി ഞാൻ വരുന്നതാണ്. നിങ്ങളുടെ ചുറ്റുമുള്ള ആൾക്കാരിൽ ഇതുപോലെയുള്ള സ്വഭാവങ്ങളുണ്ടോ എന്നൊക്കെ നിങ്ങൾ മനസ്സിലാക്കാനും നിങ്ങൾക്കത് വളരെ ലഘുവായിട്ടുള്ള മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ പറഞ്ഞു തരാനുമാണ് ഞാൻ ഇനിയുള്ള വീഡിയോകളിലൂടെയും ഞാൻ ശ്രമിക്കുന്നത്. അതുകൊണ്ട് എൻ്റെ എല്ലാ വീഡിയോകളും കാണുക, കമൻറ്റുകൾ അറിയിക്കുക, ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അഭിപ്രായങ്ങളെല്ലാം അറിയിക്കുക. തുടർന്നും ഈ ഒരു പേഴ്സണാലിറ്റി ഡിസോർഡറിനെ കുറിച്ചിട്ടുള്ള വീഡിയോകളുമായി ഞാൻ വരുന്നതാണ്. ഒരിക്കൽ കൂടി എല്ലാവർക്കും നമസ്കാരം.